Good morning, children. How are you? സുഖാണല്ലേ? എല്ലാരും മ്യൂട്ട് ചെയ്ത് എങ്ങനെയാ ആൻസർ പറയാല്ലേ? വിശേഷങ്ങൾ ചോദിച്ചു. നമുക്കിനി ക്ലാസ് തുടങ്ങാം കേട്ടോ. 7:50 ആയില്ലേ? Take your textbook. Did you brush your teeth? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ നിങ്ങള്? ചിലവർ ഉറങ്ങി എഴുന്നേറ്റ് വന്നിരിക്കുന്ന പോലെ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ ഉറങ്ങി എഴുന്നേറ്റപാടെ വന്നിരിക്കണ്ട. നിങ്ങള് പോയി മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിരിക്കുക കേട്ടോ. ടീച്ചറിന്റെ മുമ്പിൽ ഇങ്ങനെ ഉറക്കച്ചടവോടെ ഇരിക്കരുത് കേട്ടോ. ക്ലാസ് എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണ്ടേ? ആ സമയത്ത് വീഡിയോ ഓഫ് ഒന്നും ചെയ്യണ്ട. നിങ്ങൾ എക്സ്ക്യൂസ് മീ എന്ന് പറയുക ടീച്ചറിനോട്. പോയി മുഖവും കണ്ണും ഒക്കെ വാഷ് ചെയ്തിട്ട് വരിക. തണുപ്പല്ലേ, എങ്ങനെ രാവിലെ ഉറങ്ങി എഴുന്നേക്കാനാ നമ്മളല്ലേ? എന്ത് ബുദ്ധിമുട്ടാ ഇതൊക്കെ. നമ്മൾ എവിടം വരെയാ പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? എവിടം വരെയാ എടുത്തതെന്ന്? ആരാ പറയുന്നത്? ഏഞ്ചൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ, എന്ന് പറഞ്ഞാ നമ്മള് നമ്മുടെ പോയം കഴിഞ്ഞു. കവിത കഴിഞ്ഞു അല്ലെ? ചന്ദ്രബിന്ദു ഔർ സംയുക്താശ്രം കി കവിത. ഈ കവിത ഇന്ന് എഴുതിക്കെന്ന് പറഞ്ഞിരുന്നു അല്ലേ? പഠിച്ചോ? എത്ര പേര് പഠിച്ചിട്ടുണ്ട്? ഞാൻ 3rd ക്ലാസ്സിലെ ഹോംവർക്ക് ചെയ്യാത്തവരുടെ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ലാസ്റ്റ് അത് പറയുന്നതായിരിക്കും. UKG ക്ലാസ്, ഫസ്റ്റ് ക്ലാസ്, ഈ ക്ലാസ്സിലെ കുട്ടികൾ എല്ലാവരും തന്നെ, എല്ലാ കുട്ടികളും 1 or 2 പേരൊഴികെ, എന്നാലും അവർ ഇന്നലെ വരെയുള്ള ഡേറ്റിന് അയച്ചു തന്നിട്ടുണ്ട്. 3rd ക്ലാസ്സിലെ ഒറ്റ കുട്ടികൾ ആകെ ഞാൻ എഴുതി വെച്ചത് ലിസ്റ്റ് എടുത്ത് വായിച്ചുതരാം. ബാക്കിയുള്ള കുട്ടികളെ ഈ എത്രയാ 40 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അതിലൊരു 10 പേര് എഴുതിയിട്ടില്ല. 9 പേരുടെ പേരെ എന്റെ കയ്യിലുള്ളൂ. ബാക്കിയുള്ളവർ ഹോംവർക്ക് ചെയ്ത് കാണിച്ചിട്ടില്ല. ഹോംവർക്ക് മീൻസ് അത്യാവശ്യം കവിത എങ്കിലും ഞാൻ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതാൻ പറഞ്ഞിരുന്നു. അത് എഴുതാത്തവരുണ്ട്. എത്ര പേരുണ്ട് ഇതില്? എത്ര പേര് ഇത് നോട്ട്ബുക്കിലേക്ക് എഴുതാത്തവരുണ്ട്? ഒന്ന് കൈയുയർത്താമോ? ഇവിടെ ആരുമില്ല. ഞാൻ പേര് വായിക്കാം. ഇവിടെ എഴുതിയിട്ടുണ്ട്. ജോയൽ, ബെനീറ്റ, നിഹാര, ആലൻ പി, സാംസൺ, റിലു, സെൽന, സിദ്ധാന്ത്, 2-3 പേരും കൂടെ ഉണ്ട്. ഇത്രയും പേരെ ഹോംവർക്ക് ചെയ്ത് കാണിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊന്നും ഹോംവർക്ക് ചെയ്തിട്ടില്ല. ബാക്കിയുള്ളവരുടെ ലിസ്റ്റ് ഞാനിപ്പോ വായിച്ചിരാട്ടെ. ഹോംവർക്ക് ഇല്ലാത്തവരുടെ അത് ഞാനിവിടെ സാറിന് കൊടുക്കും. ആ ലിസ്റ്റ് ഹോംവർക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഞാൻ ഇവിടെ സാറിന് കൊടുക്കും. ഓക്കെ, ഇന്നെങ്കിലും നിങ്ങൾ അത് എഴുതി പോസ്റ്റ് ചെയ്യുന്ന ഉറപ്പുള്ളവരൊന്ന് കൈ ഉയർത്തുക. കണ്ടില്ലേ? അതായത് 2 ആഴ്ച മുമ്പത്തെ ഹോംവർക്ക് ഇന്നെങ്കിലും എഴുതി പോസ്റ്റ് ചെയ്യും. അതായത് ഈ ക്ലാസ് കഴിഞ്ഞ പാടെ എഴുതി പോസ്റ്റ് ചെയ്യുന്ന ഉറപ്പുള്ളവർ കൈ വെക്കുക. ഓക്കെ, ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ പാടെ നോക്കും നിങ്ങളുടെ വർക്ക് ചെയ്തിട്ടുണ്ടോന്ന്. വൈകുന്നേരം ആകുമ്പോഴേ ഞാൻ ലിസ്റ്റ് കൊടുക്കുള്ളൂ സാറിന്. അപ്പൊ അത് ശ്രദ്ധിക്കാം. ഓക്കെ, all of you take your textbook. കവിത നമുക്ക് കഴിഞ്ഞു. കവിത നന്നായിട്ട് പഠിക്കണം. ഇനിയിപ്പം 4 ലൈൻ ഒന്നുമില്ല, ഫുൾ ആയിട്ട് പഠിക്കണം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പാട്. ബാരഹ് കഴിഞ്ഞ എത്ര നമ്പർ? തേരഹ് അല്ലേ? 10, 10, 11, 11, 12, 12, തേരഹ് 13. 13 എത്ര പറയാ? തേരഹ്. ലിസൺ ഹിയർ. Can you hear me? Yes, okay. ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. പാട് തേരഹ്. തേരഹ് എന്ന് പറഞ്ഞ 13. മേരി മാ. നിങ്ങള് പാഠഭാഗം വായിക്കുമ്പോൾ ഇങ്ങനെ തന്നെ വായിക്കണം. എങ്ങനെയാ? പാട് തേരഹ് മേരി മാ. അങ്ങനെ തന്നെ വായിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ചെറിയ ചെറിയ വാക്കുകൾ കൂട്ടി കൂട്ടി വായിക്കാൻ ഈസിയാവും. ശ്രദ്ധിച്ചോ? എന്താ മേരി മാം എന്ന് പറഞ്ഞാല്? മേര മീൻസ് എന്റെ, മാം അമ്മ. ഇവിടെ എല്ലാരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. നമ്മുടെ സ്കൂളിലെ അമ്മമാരില്ലാത്തവരായിട്ട് ആരും ഇല്ല അല്ലെ? എല്ലാവർക്കും അമ്മയുണ്ട് അല്ലെ? അമ്മ എന്ന് പറഞ്ഞ ആരാ?
ആരാ അമ്മ എന്ന് പറഞ്ഞാല്? അമ്മ, മമ്മി, ഉമ്മ എന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലേ? പലതരത്തിൽ നമ്മൾ വിളിക്കും. വേറെ എന്തെങ്കിലും വിളിക്കാറുണ്ടോ അമ്മേനെ? ഇല്ല. നമ്മളെ അമ്മമാരെ ഒന്നും ചീത്തവാക്കുകളൊന്നും വിളിക്കില്ല അല്ലേ? അതെ. അമ്മ എന്ന് പറഞ്ഞാല് ഗോഡിന് തുല്യമാണ്. അമ്മയും അച്ഛനും അല്ലേ? ദൈവത്തിന് തുല്യമാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മള് അമ്മമാര് പറയുന്നത് അനുസരിക്കണം, വേണ്ടേ? എത്ര പേര് ഇവിടെ അനുസരിക്കുന്നുണ്ട്? നിങ്ങളോട് കഴിഞ്ഞ ആഴ്ച ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്തിട്ടില്ല. നല്ല അനുസരണയല്ലേ നിങ്ങൾക്ക്? അത്. പിന്നെ രാവിലെ എഴുന്നേക്കാൻ പറയും, നമ്മൾ അനുസരിക്കില്ല. ഇപ്പൊ നല്ല അനുസരണയുള്ള കുട്ടികളാ, രണ്ട് കാര്യത്തിലും നല്ല അനുസരണയുള്ള കുട്ടികളാ. എടാ അവിടെ കേറരുത്, ഞാൻ കേറും. നല്ല അനുസരണയല്ലേ? അതെ. അത് എടുക്കരുത്, ഞാൻ എടുക്കും. അപ്പൊ അവിടെയും നല്ല അനുസരണ. അപ്പൊ അമ്മമാര് പറയുന്നത് നമ്മള് നല്ലപോലെ അനുസരിക്കുന്ന കുട്ടികളാണ്. അപ്പം പഠിക്കാൻ പറയുമ്പോ നമ്മള് അമ്മേനെ ബോധിപ്പിക്കാൻ വേണ്ടിട്ട് മൊബൈല് ബുക്കിന്റെ അകത്ത് വെച്ചിട്ട് മൊബൈലില് ചാറ്റ് ചെയ്യും അല്ലെ? ചാറ്റ് ചെയ്യോ, അല്ലെങ്കിൽ പിക്ചറൊക്കെ നോക്കുവോ, പാട്ട് കേൾക്കുവോ, ഗെയിംസ് കളിക്കുവോ, ഇതൊക്കെ ആയിരിക്കും. നിങ്ങൾ അങ്ങനെയാണോ? നിങ്ങൾ അമ്മേനെ പറ്റിക്കാറുണ്ടോ? ഇല്ല, അമ്മമാരെ പറ്റിക്കാറില്ല അല്ലെ? അമ്മമാരെ കളിയാക്കാറുണ്ടോ നിങ്ങള്? അമ്മേനെ കളിയാക്കാറുണ്ടോ? ഇല്ല. അമ്മയില്ലാത്തൊരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. രാവിലെ എഴുന്നേൽപ്പിക്കണം നിങ്ങളെ, ഫുഡ് ഉണ്ടാക്കണം. അതിനു മുമ്പേ പല്ല് തേക്കടാ, പല്ല് തേക്കടി, മോളെ പല്ല് തേക്ക്, എഴുന്നേക്ക്, ഇതൊക്കെ പറയണമെങ്കിൽ അമ്മ വേണം അല്ലേ? എല്ലാത്തിനും അമ്മ വേണം. ആ ഭക്ഷണം ഒന്ന് ഉരുട്ടി വായിലേക്ക് ഇട്ട് തരാനും അമ്മ വേണം. നമുക്ക് പറ്റുന്നില്ല, വിരൽ അനക്കണ്ടേ, ഇച്ചിരി മടിയാ, കൈവിരൽ അനക്കാൻ ഇച്ചിരി മടിയാ. എന്നിപ്പം അമ്മ വായില് ഉരുട്ടി തരണം ചോറൊക്കെ. എന്നിപ്പോ നല്ല സുഖമായി, ഒന്ന് ചവച്ചും കൂടെ തന്നെ ഈസിയായി അല്ലേ? ഇപ്പൊ എല്ലാ കാര്യത്തിനും അമ്മ വേണം. നിങ്ങൾ എത്ര പേരുണ്ട് തന്നെ കുളിക്കുന്നവരിപ്പോ? എല്ലാരും തന്നെ കുളിക്കോ? കൈസ് എവിടെയാ ആലോചിക്കുന്നേ? അമ്മേനെ കുറിച്ചാണോ ആലോചിക്കുന്നേ? കൈസ് ലിസൺ. അമ്മയുണ്ട്, ബേക്കിലുണ്ട് അമ്മ. അപ്പൊ ഓക്കെ, നല്ല കുട്ടികളാ. അപ്പൊ എന്താ പറഞ്ഞു വന്നത്? അമ്മമാര് പറയുന്നത് അനുസരിക്കണം. അമ്മയുടെ എന്തൊക്കെയാ? അമ്മ രാവിലെ ഉറങ്ങി എഴുന്നേക്കും അല്ലെ? അല്ല നിങ്ങളെ കൂടെയാണ് അമ്മ എഴുന്നേക്കുന്നേ? അല്ല, അമ്മ വെളുപ്പിന് എഴുന്നേക്കും. അതായത് പപ്പയ്ക്കും പിന്നെ നിങ്ങൾക്കും വേണ്ട ഭക്ഷണമൊക്കെ രാവിലെ റെഡിയാക്കും. അതിനിടയിൽ അമ്മ കഴിച്ചോ നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ? എത്ര പേര് അന്വേഷിക്കും? അമ്മ ഭക്ഷണം കഴിച്ചോന്ന് എത്ര പേര് അന്വേഷിക്കും? അമ്മ ഓടിച്ചാടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അതിനിടയിൽ ചിലപ്പോ കഴിക്കാനും മറന്നു പോകും. ആ പണിയെല്ലാം തീർക്കണം. അതിനിടയിൽ റബ്ബർ വെട്ടിയിട്ടുണ്ടാവും പാപ്പ, അതിനിടയിൽ പാലെടുക്കാൻ പോണം, അല്ലെങ്കിൽ പണിക്ക് പോകുന്ന പാപ്പയ്ക്ക് ഭക്ഷണമൊക്കെ പൊതിഞ്ഞു കൊടുക്കണം. ചില കുട്ടികളുടെ അമ്മമാര് ജോലിയുള്ളവരായിരിക്കും അല്ലെ? ജോലി സമയത്ത് കൃത്യസമയത്ത് എത്തണം. അപ്പം രാവിലെ പെടപെടപ്പായിരിക്കും അല്ലെ? അപ്പൊ നിങ്ങളോടൊന്ന് ഒരു 6 മണിക്ക് എഴുന്നേറ്റിട്ട് ഒന്ന് മുറ്റം അടിക്കും മോളെ, അല്ലെ ഒന്ന് അകത്തൊക്കെ തൂത്ത് വാരി മോളെ എന്ന് പറഞ്ഞാൽ അമ്മേ എനിക്ക് മടിയാ. അപ്പൊ ആ അമ്മ അതും കൂടെ ചെയ്തിട്ട് വേണം പോകണമെങ്കിൽ അല്ലേ? ഭക്ഷണം കഴിച്ച ചായ കുടിച്ച ഗ്ലാസ് വരെ നമ്മളൊന്ന് കഴുകി വെക്കുന്നില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. എന്താ ചെയ്യണ്ടേ? രാവിലെ എഴുന്നേക്കാൻ പറ്റുമെങ്കിൽ എഴുന്നേറ്റിട്ട് അമ്മമാരെ ഹെൽപ്പ് ചെയ്യണം. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ചെയ്യാം, പെൺകുട്ടികളെ ചെയ്യാവൂന്ന് അങ്ങനെയൊന്നുമില്ല. പാത്രമൊക്കെ കഴുകി കൊടുക്കാം അമ്മയ്ക്ക്. വീടിന്റെ അകത്തും പുറത്തും ഒന്ന് ചൂലെടുത്തിട്ട് അടിച്ചു വാരി വൃത്തിയാക്കാം അല്ലേ? ഒന്ന് തുടച്ച് വൃത്തിയാക്കാം. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികളാ. പിന്നെന്താണ്? വേറെന്താണ് അമ്മേനെ കുറിച്ച് പറയാനുള്ളത്? അമ്മമാര് വഴക്ക് പറയല്ലേ? അത് നമ്മൾക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെയോ, അടിക്കുന്ന അമ്മമാരുണ്ടോ ഇപ്പൊ? ഇപ്പോഴും നിങ്ങൾക്ക് അടി കിട്ടാറുണ്ടോ? കുറവാ, പക്ഷെ എന്നാലും ഉണ്ടല്ലേ? അത് കയ്യിലിരിപ്പ് കൊണ്ടാ, നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാ, അല്ലാതെ വെറുതെ അമ്മ അടിക്കുവോ? ഇല്ല. കൂട്ടുകാര് കേൾക്കൊണ്ടിരിക്കുക. സമയം എത്രയായി? 8 മണിയാകുന്നു. അപ്പൊ അമ്മമാര് വഴക്ക് പറയുമ്പോ നമുക്ക് സങ്കടം വരും. അപ്പൊ എന്ത് ചെയ്യുന്നേ? അകത്ത് എവിടെയെങ്കിലും ഒരു മൂലയിൽ പോയിട്ട് പിണങ്ങിയിരിക്കും അല്ലേ? മുഖമൊക്കെ ഇത്രയും ഉണ്ടാവും. മൊബൈൽ എടുക്കുമ്പോ അമ്മ പറയും ഇപ്പൊ എന്താ പറഞ്ഞേ?
മോളെ ഫോൺ ഓൺ ആക്കിയിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നു അല്ലെ? ഇപ്പൊ നമുക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കണം, അതുകൊണ്ട് മൊബൈൽ ഫോണിനോട് വലിയ താല്പര്യമില്ല അല്ലെ? ജുവലും ജോമലും എന്താണ്? അമ്മേനെ കുറിച്ച് പറയാനാണോ? അൺമ്യൂട്ട് ചെയ്യ. അമ്മ ഇവിടെ ഇല്ല. എവിടെ പോയി? ഇസ്രായേലാ. അതെ അല്ലെ, അതാ പറഞ്ഞേ ജോലിക്ക് പോയിട്ടാ ഉള്ളത് അല്ലെ. അന്നപ്പം അവർക്ക് വല്യമ്മയായിരിക്കും വീട്ടില് അല്ലെ, അമ്മയുടെ അമ്മയോ പപ്പയുടെ അമ്മയോ ആയിരിക്കും. അപ്പം അതുപോലെ തന്നെ വല്യമ്മേനെയൊന്നും ഒരിക്കലും നിങ്ങൾ മോശം വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വിഷമിപ്പിക്കാൻ പാടില്ല. കാരണം അവരൊക്കെ വയസ്സായവരാണ്. അമ്മമാരെ അടുത്തില്ലാത്തവരുടെ കാര്യം പറയുന്നത്. അവര് വയസ്സായവരാണ്, നിങ്ങൾ അത്രയും കെയർ ചെയ്യുന്നുണ്ട്, അവര് വഴക്ക് പറയുന്നുണ്ട് നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് അമ്മേനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഇന്ന് പഠിക്കാനുള്ള പാഠവും അമ്മേനെ കുറിച്ചാണ്. മേരി മാം, എന്റെ അമ്മ. ഇവിടെ രണ്ട് കുട്ടികളെ കാണുന്നുണ്ട് അല്ലെ പിക്ചറില്. അവരുടെ അമ്മേനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ലാസ്റ്റ് ഇവിടെ എഴുതാനുണ്ട്. എന്താണ്? നിങ്ങളുടെ അമ്മേനെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് സെന്റൻസ് എഴുതാനുണ്ട്. അപ്പം ഈ പാഠത്തില് ഈ കുട്ടി പറയുന്നത് അവന്റെ അമ്മേനെ കുറിച്ചാണ് പറയുന്നത്. അതാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പൊ എന്താ ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? അമ്മമാര് പറയുന്നത് അനുസരിക്കണം. അമ്മമാര് വഴക്ക് പറയുന്നുണ്ടെങ്കിൽ പിണങ്ങാൻ പാടില്ല. നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പാഠത്തിലോട്ട് കടന്നാലോ? ആരോണേ പോയി ഉറങ്ങിയിട്ട് വരുന്നോ? ഉറങ്ങിക്കോ, ഒരു 10 മണി വരെ ഉറങ്ങിയാൽ ശരിയാവുമായിരിക്കും. ക്ലാസ്സിൽ ശ്രദ്ധിക്കട്ടോ. മേരിമ, പാട് പേര് മേരിമ. എന്താണ്? മൈ മദർ, എന്റെ അമ്മ. നമ്മൾ എവിടെ നോക്കിയാലും കൂടുതലായിട്ടും അമ്മേനെ കുറിച്ചാ കേൾക്കുന്നത് അല്ലേ? അതെ, ഇവിടെ മേരി പിതാന്നല്ലല്ലോ പറഞ്ഞേ, പപ്പേനെ കുറിച്ച്. എന്താ, പപ്പ നമ്മുടെ അടുത്ത് കൂടുതൽ സമയം ഇല്ല അല്ലെ? കൂടുതൽ സമയം ഒന്നുകിൽ നമ്മുടെ ടീച്ചറിന്റെ അടുത്ത് അല്ലെങ്കിൽ അമ്മയുടെ അടുത്താണ് നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. അതുകൊണ്ടാണ് അമ്മേനെ കുറിച്ച് ഇവിടെ പറയുന്നത്. Listen. मेरी माँ कितनी अच्छी है, वह मुझे बहुत प्यार करती है। सुबह उठते ही वह काम में लग जाती है, सबके लिए नाश्ता बनाती है, हमें तैयार करती है। गीता मेरी छोटी बहन है, वह माम को बहुत तंग करती है। माम को उसे नहलाना भी पड़ता है, उसे तैयार करना पड़ता है। मैं अब थोड़ा बड़ा हो गया हूँ, अपने आप नहा धोकर तैयार हो जाता हूँ। माम हमारे लिए टिफिन बनाती है, फिर हमें नाश्ता देती है, हमें दोनों को साफ कपड़े पहनाती है। माम हमारा बहुत ध्यान रखती है। शाम के समय वह हमें पढ़ाती है तथा कहानी भी सुनाती है। हमें माम का कहना मानना चाहिए। माँ बहुत अच्छी है, हमें भी अच्छे बच्चों की तरह रहना चाहिए और उनका कहना मानना चाहिए. എന്താ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഒന്നും മനസ്സിലായിട്ടില്ല അല്ലെ? മേരി മാം എന്ന് പറഞ്ഞ എന്താണ്? എന്റെ അമ്മ. ലിസൺ, all of you listen here. മിസ് ഓരോ സെന്റൻസ് ആയിട്ട് വായിച്ചു വരുമ്പോ നിങ്ങള് കൈവിരൽ കൊണ്ട് തൊട്ട് നോക്കണം ഏതൊക്കെ വാക്കുകളാ വായിക്കുന്നതെന്ന്. ശ്രദ്ധിക്കാം. മേരി മാം കിത്തനി അച്ചി ഹെ. എന്താണ് മേരി മാം എന്ന് പറഞ്ഞ എന്റെ അമ്മ. കിത്തനി മീൻസ് എത്ര നല്ലവളാണ്, എത്ര നല്ലതാണെന്നാണ്. എന്റെ അമ്മ വളരെ നല്ലതാണ്. വഹ് മുझे ബഹുത് പ്യാർ കർത്തി ഹെ. എന്താണ്, അമ്മ നമ്മളെ, ഇവന്റെ കാര്യം പറഞ്ഞ കേട്ടോ. ഇവിടെ ഒരു കുട്ടിയുണ്ടല്ലേ, ആ കുട്ടിയുടെ കാര്യമാണ് പറയുന്നത്. ആ കുട്ടി അമ്മനെ കുറിച്ച് പറയുന്നതാണ്. അവൻ പറയാണ് നമ്മളെ വളരെയധികം സ്നേഹിക്കുന്നു. സുബഹ് ഉടുത്തേ ഹി വഹ് കാമേ ലഗ് ജാത്തി ഹേ. സുബഹ് മീൻസ് രാവിലെ അല്ലേ? അതിരാവിലെ എഴുന്നേറ്റ് അവരുടെ പണികളിൽ മുഴുകിക്കൊണ്ടിരിക്കും അല്ലെ? രാവിലെ എഴുന്നേറ്റ് അവര് പണി തുടങ്ങും. കാം മീൻസ് ജോലി, വർക്ക്. സബ്കെ ലിയേ നാശ്ത ബനാത്തി ഹേ. സബ്കെ ലിയേ മീൻസ് എല്ലാവർക്കും.
എല്ലാവർക്കും വേണ്ടി. കേലിയ മീൻസ് വേണ്ടി, എല്ലാവർക്കും വേണ്ടി. നാസ്ത മീൻസ് ബ്രേക്ക്ഫാസ്റ്റ്, എല്ലാവർക്കും വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. ഹമേം തയ്യാർ കർത്തി ഹേ, ഗീത തയ്യാർ കർത്തി ഹേ. ഹമേം തയ്യാർ കർത്തി ഹേ, നമ്മളെ റെഡിയാക്കും. എന്നിട്ട് അതെന്താണ്, വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കി റെഡിയാക്കി വെക്കുന്ന പറഞ്ഞത്. നമ്മളെ സ്കൂളിൽ പോകണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല അല്ലെ. ലിസൺ ഹിയർ, കുട്ടികളെല്ലാം ശ്രദ്ധിക്കുക. നിങ്ങൾ എത്ര രാവിലെ വരുന്നുണ്ടെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം. എന്താണെന്നറിയോ, ബ്രെയിൻ ഫുഡാണത്. അത് രാവിലത്തെ ഭക്ഷണം നിങ്ങൾ സ്കൂളിൽ വരുമ്പോൾ ചിലർ പറഞ്ഞേക്കാം ഒന്നും കഴിച്ചിട്ടില്ല എന്ന്. പക്ഷെ നിങ്ങൾക്ക് റിലു ആബിത് വേർ ആർ യു ഗോയിങ്, റിലു sit down. Don't repeat it. Listen, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഒരു സ്ഥലത്തും പോകാൻ പാടില്ല. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മുടെ എനർജി ഫുഡ്. സ്കൂളിൽ വരുമ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം കേട്ടോ. എവിടെ പോകും അത് പേരൻസിനോടും പറയണം, നിങ്ങൾ അമ്മമാരോടും പറയണം. രാവിലത്തെ ഫുഡാണ് നമ്മുടെ എനർജി ഫുഡ്. രാവിലെ കഴിച്ചില്ലേ നമ്മൾ ടയേർഡ് ആയി പോകും. ഓക്കെ, ലിസൺ. ഗീത മേരി ചോട്ടി ബഹൻ ഹെ. ഗീത മീൻസ് ഒരു പേരാണ്, കുട്ടിയുടെ പേരാണ്. ഗീത മേരി ചോട്ടി ബഹൻ ഹെ. ചോട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ, ബഹൻ സിസ്റ്റർ. ഗീത അവന്റെ ചെറിയ സഹോദരിയാണ്, ഇളയ സഹോദരിയാണ്. അതായത് ഒരു അനിയത്തി ഉണ്ടെന്നാ പറഞ്ഞത്. വഹ് മാംകോ ബഹുത് തങ്ക് കർത്തി ഹെ. അവൾ എപ്പോഴും അമ്മയോട് ഇങ്ങനെ ചണ്ട കൂടിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കളിയാക്കിക്കൊണ്ടിരിക്കും. അവിടെ ചെറിയ കുട്ടികൾ അങ്ങനെയല്ലേ, അമ്മയുടെ ബാക്കിൽ നിന്ന് മാറില്ലല്ലോ അല്ലേ. എപ്പോ നോക്കുമ്പോ ചിണുങ്ങിക്കൊണ്ട് ഇങ്ങനെ നടക്കും. ഒരു ജോലി ചെയ്യാൻ സമ്മതിക്കില്ല, എന്നാ അവിടെ ഒരു സ്ഥലത്ത് ഇരിക്കുകയോ ഇല്ല, അങ്ങനെയുള്ള ഒരു കുട്ടി. മാം കോ ഉസേ നഹ്ലാന ഭി പഠത്തി ഹെ. എന്താണ് അവളെ ഞാൻ അത് ചോദിച്ചില്ലേ, നിങ്ങൾ തന്നെയാണ് കുളിക്കുന്നതെന്ന് വെച്ചില്ലേ. നമ്മളെ ഇളയ കുട്ടിയൊന്നും തന്നെ കുളിക്കില്ല അല്ലെ. വേണമെങ്കിൽ പൈപ്പൊക്കെ തുറന്നു വെച്ചുള്ള ടാങ്കിൽ വെള്ളം ഫുള്ള് കളയുന്നല്ലാതെ അവർ കുളിക്കുക അതുമില്ല, വെള്ളം മുഴുവൻ കളയുകയും ചെയ്യും. അങ്ങനെയല്ലേ അവർ ചെയ്യുക. അപ്പം ഇവിടെയുള്ള അവളെ അമ്മ കുളിപ്പിക്കുകയൊക്കെ വേണം. അപ്പം എന്നെ, അതായത് ഇവിടെ പറഞ്ഞ വലിയ കുട്ടിയില്ലേ നിങ്ങളെ പോലത്തെ ഫവാസ് മോൻ, ഫവാസ് മോനെ പോലത്തെ കുട്ടി പറയുന്നു, എന്നെ ഒന്നും ചെയ്യേണ്ട, ഞാൻ തന്നെ റെഡി ആയിക്കോളും, അവളെ അമ്മ റെഡി ആക്കണം, കുളിപ്പിക്കുകയൊക്കെ വേണം. ഉസേ തയ്യാർ കർണ പഡ്തേ ഹെ. അവൻ തന്നെ റെഡി ആയിക്കോളും. മേം അബ് തോടാ ബഡാ ഹോ ഗയാ ഹോ. എന്താണ്, അവൻ കുറച്ച് വലുതായില്ലേ, അപ്പൊ അവൻ അവന്റെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പനെ ആപ്പ് നഹാ തോക്കർ തയ്യാർ ഹോ ജാത്താ ഹോ. ആ കുട്ടി, അതായത് നിങ്ങളെ പോലത്തെ കുട്ടിയാണ് അവിടെ കാണുന്നത് അല്ലെ. അവൻ തന്നെ അവന്റെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ ചെറിയ കുട്ടിക്ക് അവളെ അമ്മ എല്ലാം ഹെൽപ്പ് ചെയ്യണം എന്നാ പറഞ്ഞത്. മാം ഹമാരേ ലിയേ ടിഫിൻ ബനാത്തി ഹെ. അമ്മ എന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് ടിഫിൻ തയ്യാറാക്കും. ഫിർ ഹമേ നാശ്ത ദേത്തി ഹോ. എന്നിട്ട് നമ്മൾക്ക് നാശ്ത മീൻസ് എന്താണ്, ബ്രേക്ക്ഫാസ്റ്റ്. എന്നിട്ട് നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരും ഇല്ലേ. രാവിലെയൊക്കെ അപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് വായിൽ വെച്ച് തരും അല്ലെ. കൈ കൊണ്ട് എടുക്കാൻ വരെ നമ്മൾക്ക് പറ്റില്ല, അത്രയും ടയേർഡാ നമ്മള് അല്ലെ. ഉറങ്ങി എഴുന്നേറ്റ് പല്ല് തേക്കുന്നത് വരെ ഇങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് ഇങ്ങനെ ഉറക്കം തൂങ്ങിയായിരിക്കും പല്ല് തേക്കുന്നത്. എന്നിട്ട് അമ്മ എന്ത് ചെയ്യും, പല്ലൊക്കെ തേപ്പിച്ച് അല്ലെ, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വായിട്ട് തരും. നമ്മുടെ വലിയ കുട്ടി പറയുന്നു, അവനൊരു പേരിടണ്ടേ നമുക്ക്, അവന് പേര് കൊടുത്തിട്ടില്ല ഇവിടെ. അപ്പൊ ഫവാസിന് ഇടാം, ഫവാസ് മോൻ. ഫവാസ് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യും. ചെറിയ കുട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റും അവനെ കുളിപ്പിക്കും വേണം, എല്ലാം ചെയ്യണം അമ്മ. അപ്പം അവൻ പറഞ്ഞു, ഞാൻ കുറച്ച് വലുതായില്ലേ, അതുകൊണ്ട് ഞാൻ തന്നെ റെഡി ആയിക്കോളും, ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിക്കും. ഹം ദോനോം കോ സാത്ത് കപ്പടെ പഹനാത്തി ഹേ. നമുക്ക് ദോനം മീൻസ് രണ്ടുപേരിനാണ്. നമ്മൾ രണ്ടുപേർക്കും നല്ല സാഫ് കപ്പട പറഞ്ഞ വൃത്തിയുള്ള വസ്ത്രങ്ങൾ അണിയിച്ചു തരും അല്ലെ. നമ്മള് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നല്ല വസ്ത്രങ്ങളാണ് ധരിക്കുന്നത് അല്ലെ. സ്കൂളിലൊക്കെ പോവാണെങ്കിൽ എന്താണ്, നല്ല യൂണിഫോം, അത് അലക്കി തേച്ച് അല്ലെ, തേപ്പ് കെട്ടിക്കൊണ്ട് തേച്ച് വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ ധരിക്കാൻ. നല്ല നീറ്റായ ഡ്രസ്സ്. അല്ല രാവിലെ വരുമ്പോൾ തന്നെ ചെളി പിടിച്ച ഡ്രസ്സൊന്നും ഇട്ടിട്ട് വന്നാൽ നമ്മൾ കാണാനൊരു രസം ഉണ്ടാവില്ല അല്ലെ. ഇവിടെ കാണാൻ ഒരു ലുക്ക് ഉണ്ടാവില്ല. അപ്പൊ നല്ല വൃത്തിയായി അലക്കി വെളുപ്പിച്ച്
നല്ല തേച്ച് വൃത്തിയാക്കിയ ഡ്രസ്സ് ഇട്ടുകൊടുക്കും. മാം ഹമാര ബഹുത്ത് ധ്യാൻ രഖത്തി ഹേ. അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. शाम के समय वह हमें पढ़ाती है तथा कहानी भी सुनाती है. വൈകുന്നേരം ആകുമ്പോൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാല് വീണ്ടും ഭക്ഷണമൊക്കെ തന്ന് അമ്മ നമ്മുടെ കൂടെ പഠിപ്പിക്കാനിരിക്കും. ഹോംവർക്ക് ചെയ്യടാ, എഴുത് എന്നൊക്കെ പറയാൻ അമ്മ ഇരിക്കും. പിന്നെ ഇവിടെ ഇവൻ പറയുന്നത് അമ്മ നമ്മുടെ കൂടെ പഠിക്കാനിരിക്കുന്നല്ല, പഠിപ്പിക്കാൻ നമ്മുടെ കൂടെ ഇരിക്കും. എന്നിട്ട് നല്ല കഥകൾ പറഞ്ഞു തരും. കഹാനി ബി സുനാത്തി ഹേ. അതിനുശേഷം നല്ല കഥകളൊക്കെ പറഞ്ഞു തരും. ഹമേ മാം കാ കഹ്ന മാനനാ ചാഹിയേ. ഹമേ മാം കാ കഹ്ന മാനനാ ചാഹിയേ. എന്താണ്? നമ്മളെല്ലാവരും അമ്മമാര് പറയുന്നത് അനുസരിക്കണം. മാം ബഹുത്ത് അച്ചി ഹേ. അമ്മ വളരെ നല്ലതാണ്, അമ്മ നല്ലവളാണ്. ഹമേ ഭി അച്ഛേ ബച്ചോം കി തർക് രഖ്നാ ചാഹിയേ ഔർ ഉൻകാ കഹ്ന മാനനാ ചാഹിയേ. എന്താണ്? നമ്മളെല്ലാ കുട്ടികളും എന്താണ്? നല്ല കുട്ടികളായിട്ട് വളരണം. അല്ലെ? നമ്മൾ ജനിക്കുന്നതിന് നല്ലതായിട്ടല്ലേ വരുന്നേ? സാഹചര്യം മൂലം നമ്മള് മോശമായി പോകുന്നതാണ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? നമ്മളെല്ലാരും നല്ല കുട്ടികളായിട്ട് വളരണം. സമൂഹത്തിനും വീടിനും ഉപകാരപ്രദമുള്ള കുട്ടികളായിട്ട് വളരണം എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ വീട്ടില് അമ്മയും പപ്പയും പറയുന്നത് അനുസരിക്കണം. അമ്മ പറയുമ്പോ പോടി അല്ലെങ്കിൽ പോടാന്നൊക്കെ പറയുന്ന കുട്ടികളുണ്ടോ? അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അമ്മമാര് പറയുന്നത് അനുസരിച്ച് നല്ല കുട്ടികളായിട്ട് വളരണം. അതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? നല്ല രസം ഉണ്ടായിരുന്നോ കേൾക്കാൻ ക്ലാസ്? ഉണ്ടല്ലേ? അപ്പൊ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഈ പാഠത്തിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? അമ്മമാര് പറയുന്നത് കേൾക്കണം, അമ്മമാരെ ഹെൽപ്പ് ചെയ്യണം, അല്ലേ? തന്നെ ചെയ്യാൻ പറ്റുന്ന ജോലികൾ തന്നെ ചെയ്യണം വൃത്തിയായിട്ട്. മറ്റുള്ളവരെ കൊണ്ട് വഴക്ക് കേൾപ്പിക്കാതെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ സ്വന്തം ചെയ്യണം. കാരണം നമുക്ക് താഴെ ഇളയ കുട്ടികളുണ്ടാവും അല്ലെ? ചിലപ്പം അവരുടെ കാര്യം കൂടി നമുക്ക് നോക്കേണ്ടി വരും. ചിലപ്പം അമ്മയ്ക്ക് സമയമുണ്ട്, അമ്മമാര് ചിലപ്പോൾ ഗൾഫിലോ പിന്നെ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരോ ആയിരിക്കും. അവർക്കും കൃത്യസമയത്ത് എത്തണ്ടേ? അപ്പം എല്ലാം റെഡിയാക്കിയിട്ട് വേണം പോകാൻ. എന്നപ്പം നിങ്ങളും ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പം അമ്മമാരില്ല എന്ന് പറഞ്ഞു അല്ലേ? അടുത്തില്ല, ജോലിക്ക് പോയിട്ടുള്ളത്. അപ്പൊ എന്താ? വല്യമ്മ ഉണ്ടാവും. വല്യമ്മമാര് പറയുന്ന അനുസരിക്കുക. പിന്നെന്താണ്? അവരെ ഒരു തരത്തിലും നിങ്ങൾ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വിഷമിപ്പിക്കാനും പാടില്ല. ഓക്കെ. അപ്പൊ ഇവിടെ നോക്കിയേ, നെക്സ്റ്റ് പേജ് 41. വേർഡ് മീനിങ്. മേരി മാ എന്താണ്? മൈ മദർ, എന്റെ അമ്മ. പ്യാർ, ലവ്, നാശ്ത, ബ്രേക്ക്ഫാസ്റ്റ്, തംഗ് കർണ, अनोय, टिफिन, ध्यान रखना, टेक केयर, कहानी, स्टोरी, अच्छी, गुड, सुबह से, सिंस मॉर्निंग, तैयार होना, गेट रेडी, साफ कपड़े, क्लीन क्लॉथ, पढ़ाना, टीच, कहना मानना, टू ओबे, अच्छे बच्चे, ഗുഡ് കിഡ്സ്. അറിയില്ലേ? ഇതൊക്കെ ഈസി ആയ ഇംഗ്ലീഷ് വാക്ക്. ഇനി മലയാളം പറഞ്ഞു തരണോ? അറിയാം. അറിയില്ലേ? വേണ്ട. അപ്പം ഇതെന്താ ചെയ്യണ്ടേ? ഇതിനകത്ത് ഡേറ്റ് ഇടുക. അവിടെ ലെസൺ പാട് തേരഹ് എന്നുള്ളടത്ത് ഡേറ്റ് ഇടുക. ഈ പാഠഭാഗം നല്ലപോലെ വായിക്കുക. കൈസ് എവിടെയാ നോക്കുന്നേ? ശ്രദ്ധിക്കേ. അപ്പം ഈ പാഠഭാഗം നന്നായിട്ട് വായിക്കുക. ഇത് എഴുതൊന്നും വേണ്ട. ഇപ്പൊ നന്നായിട്ട് വായിക്കുക. ഒരു 5 പ്രാവശ്യം വായിക്കണം. പിന്നെ നെക്സ്റ്റ് പേജിലെ ഈ അർത്ഥങ്ങള്, ഇത് വേർഡ് മീൻ ശബ്ദാർത്ഥ നോട്ട് ബുക്കിലോട്ട് പകർത്തി എഴുതണം. നെക്സ്റ്റ് നോക്കിയോ, ഉത്തർ ലിഖോ. മാം സുബഹ് ഉടുക്കർ ക്യാ കർത്തി ഹേ. അമ്മ രാവിലെ എഴുന്നേറ്റിട്ട് എന്താണ് ചെയ്യുന്നത്? നിങ്ങളെ നോട്ട് ബുക്കിലോട്ട് ഈ ക്വസ്റ്റ്യൻ എഴുതണം. ആൻസർ ഞാനിവിടെ പാരഗ്രാഫിൽ കാണിച്ചാൽ അത് അണ്ടർലൈൻ ചെയ്യുക. അത് പിന്നീട് എടുത്തെഴുതുക. ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ? കാമേ ലഗ് ജാതി ഹെ. അവിടെ ആൻസർ മാത്രം എഴുതിക്കോ. ഇവിടെ എവിടെയുണ്ട് രണ്ടാമത്തെ? എന്താണ്? സുബഹ് ഉടുത്തേ ഹി വഹ് കാമേ ലഗ് ജാതി ഹെ. അവിടെ എഴുതേണ്ടത്
കാമേ മാം സുബഹ് ഉടുക്കർ അത്ര എഴുതണം. ക്വസ്റ്റ്യനില്ലേ ഇത് മാം സുബഹ് ഉടുക്കർ ഇവിടെ വരെ അണ്ടർലൈൻ ചെയ്യ പെൻസിലും കൊണ്ട് ഉടുക്കർന്ന് വരെ അണ്ടർലൈൻ ചെയ്യാ. ഞാനിത് വാട്സപ്പ് ചെയ്ത് തരാം കേട്ടോ. തന്നെ എഴുതാൻ പറ്റുമെങ്കിൽ ചെയ്യണം. വാട്സപ്പ് ചെയ്ത് തരാം. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വാട്സപ്പ് ചെയ്ത് തരാം. എന്നപ്പോ നോക്കി എഴുതാം. ചെയ്യുമോ നിങ്ങള്? ഓക്കെ. അപ്പൊ ആൻസർ ഇപ്പൊ പറഞ്ഞുതരാം. മാം സുബഹ് ഉടുക്കർ കാം മേം ലഗ് ജാത്തി ഹെ. അതാണ് ആൻസർ. രണ്ടാമത്തെ ശാം കോ മാം ക്യാ കർത്തി ഹെ. വൈകുന്നേരം ആവുമ്പോൾ അമ്മ എന്താണ് ചെയ്യുന്നത്? ഹമേ പഠാത്തി ഹെ. ശാം കോ ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്. ശാം കോ മാം ഹമേ പഠാത്തി ഹെ തഥാ. ഇവിടെ കണ്ടില്ലേ? ഇതാണ് ആൻസർ. ഇവിടെ ഉണ്ട്. ഞാനിത് വാട്സപ്പ് ചെയ്തു തരാം. ആൻസേഴ്സ് തരാം. ഹമേ പഠാത്തി ഹെ തഥാ കഹാനി ബി സുനാത്തി ഹെ. അതാണ് ആൻസർ. തുമാരി മാം കാ നാം ക്യാ ഹേ. നിങ്ങളുടെ അമ്മയുടെ പേരെന്താണ്? ആ നിങ്ങൾ തന്നെ എഴുതണം. ഇപ്പൊ എങ്ങനെ എഴുതുക? ഇപ്പം പെൺകുട്ടികളാണെങ്കിൽ നിങ്ങൾ മേരി മാം കാ നാം എഴുതണം. ആൺകുട്ടികളാണെങ്കിൽ മേരാ മാം കാ നാം അല്ലെങ്കിൽ മേരി തന്നെ എഴുതാം. മേരി മാം കാ നാം. എങ്ങനെ ആൻസർ എഴുതാം? മേരി മാം കാ നാം എന്താണ്? ആരോണിന്റെ അമ്മയുടെ പേര് എനിക്കറിയാം. ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എങ്ങനെ ആൻസർ എഴുതാ? മേരി മാം കാ നാം സായാ ഹേ. അങ്ങനെ എഴുതും. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെ അമ്മയുടെ പേര് അവിടെ ക്യാ എന്നുള്ളിടത്ത് നിങ്ങളുടെ അമ്മയുടെ പേര് എഴുതണം. ആ ക്യാന്ന് കണ്ടില്ലേ? അവിടെ നിങ്ങളുടെ അമ്മയുടെ പേര് എഴുതുക. ബാക്കി ഫുള്ള് ഫില്ല് ചെയ്യുക. അത് തന്നെ എടുത്തെഴുതിയാൽ മതി. തുമാരി എന്നുള്ളിടത്ത് മേരി എന്ന് എഴുതുക. ആൻസർ ഞാൻ അയച്ചു തരാം കേട്ടോ. നോക്കി എഴുതിയാൽ മതി. ഹമേ ക്യാ ക്യാ കർണാ ചാഹിയേ. നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നാ പറയുന്നത്? ഹമേ ലാസ്റ്റ് അല്ലേ? ലാസ്റ്റ് സെന്റൻസ് കണ്ടോ? എന്താണ്? ഹമേ മാം കാ കഹിന മാനാ ചാഹിയേ. നമ്മള് അമ്മ പറയുന്നത് ലാസ്റ്റത്തെ അല്ല, അതിന്റെ മുകളിലത്തെ. ഹമേ മാം കാ കഹിന ചാഹിയേ. അമ്മ പറയുന്നത്, അമ്മമാര് പറയുന്നത് നമ്മൾ അനുസരിക്കണം. അതാണ് ആൻസർ. അപ്പം അടുത്ത പീരീഡ് ആകുമ്പോഴേക്ക് ക്വസ്റ്റ്യൻ ഒക്കെ എഴുതി വെക്കുക, റെഡി ആവുക. ഒന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ. ബെനീറ്റ, ഷഹ്മ, ജൂലിയറ്റ്, കൈസ്, റിനു ആബിദ്, ആവണി, ആരോൺ, നജ ഫാത്തിമ, ജോയൽ, ജുവൽ ആൻഡ് ജോമൽ, നിദ ഫാത്തിമ, നിഹാര, ഫവാസ്, തോഷിൻ, ഏഞ്ചൽ റോസ്, ആരാധ്യ, അലൻ മാത്യു, സിദ്ധാന്ത്. നമ്മൾ ആദ്യത്തെ ഈ ക്ലാസ്സിലല്ലേ? ആദ്യത്തെ KV അതെ, ആദ്യത്തെ ഇന്നലെ വിളിച്ചിരുന്നു. നെക്സ്റ്റ് അലൻ മാത്യു, സിദ്ധാന്ത്. ഓക്കെ. ഇനി പേര് വിളിക്കാത്തവരുണ്ടോ? എഡ്വിൻ. എല്ലാവരും തന്നെ വിളിച്ചു. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? കഴിഞ്ഞ ആഴ്ചത്തെ ഹോംവർക്ക് ചെയ്യാത്തവരുണ്ടല്ലേ? അതിപ്പോ തന്നെ എഴുതുക, എഴുതി പോസ്റ്റ് ചെയ്യുക. ഇപ്പൊ പറഞ്ഞ കാര്യം ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് നോട്ട് ബുക്കിലോട്ട് പകർത്തി എഴുതുക. ഈ പീരീഡ് ക്ലാസ് ഉണ്ടോ നിങ്ങൾക്ക്? ഇത് കഴിഞ്ഞപാട് ക്ലാസ് ഉണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇതാണ്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്, അത് രണ്ടാഴ്ചക്ക് മുമ്പ് ഞാൻ പറഞ്ഞ ഹോംവർക്ക് ചെയ്യാത്തവരുണ്ട്. ഞാൻ പേര് വായിച്ച് ചെയ്യാത്തവരുടെ. അപ്പൊ അവരെല്ലാം ഇപ്പം തന്നെ ഹോംവർക്ക് ചെയ്തിടുക. എങ്കിൽ ഞാൻ ഇവിടെ ലിസ്റ്റ് കൊടുക്കുന്നില്ല എഴുതാത്തവരുടെ. നിങ്ങൾ ഇപ്പൊ തന്നെ അയക്കുവാണെങ്കിൽ. ഇപ്പൊ പറഞ്ഞ കാര്യം പാട് തേരഹ്. ആ പാഠത്തിലെ അർത്ഥങ്ങൾ എഴുതുക. പാഠത്തിന്റെ പേരെഴുതുക, ശബ്ദാർത്ഥം എഴുതുക. ആ ക്വസ്റ്റ്യൻസ് അവിടെ എഴുതി വെക്കുക നോട്ട്ബുക്കിൽ. ആൻസേഴ്സ് ഞാൻ തരും. ഓക്കെ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ മിസ്സിനോട്? നമുക്ക് 4 മിനിറ്റ് ഉണ്ട്.
ബെനീറ്റ അൺമ്യൂട്ട് ചെയ്യേ. മിസ്സേ, നമ്മള് കഴിഞ്ഞ ആഴ്ച ഇതേ കുട്ടി എഴുതിയില്ലായിരുന്നോ? അതിന്റെ ഫ്രണ്ടില് ഒരു പേജ് വിട്ടിട്ടുണ്ടായിരുന്നു, അവിടെ എഴുതിക്കോട്ടെ. പേജ് വിട്ടുപോയോ? ആര് വിട്ടു? ബെനീറ്റ വിട്ടതാണോ? അവിടെ പാഠത്തിന്റെ പേര് എഴുതണം കേട്ടോ. കുഞ്ഞാവി ആൻസർ പറയുന്നത്. അലൻ എഴുതിക്കോ. നിനക്ക് മനസ്സിലാവണം, പഠിക്കേണ്ടത് നീയാണ്, നിനക്ക് മനസ്സിലാവണം. അലൻ മാത്യു അൺമ്യൂട്ട് ചെയ്യ. മിസ്സേ, എനിക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ എഴുതിപ്പിച്ചത് അന്നേരം ഒരു കോൾ വന്നോണ്ട് വോയിസ് മ്യൂട്ട് ആയി പോയിട്ട് കേക്കാൻ പറ്റിയില്ല. അല്ലേ? അതിപ്പോ എന്താണ് അന്ന് പഠിപ്പിച്ചത്? അന്ന് ചിഹ്നങ്ങൾ എടുത്തതാണോ പറയുന്നത് രണ്ടാമത്തെ പീരീഡ്? യെസ്, അത് തന്നെയാണ് അല്ലേ? അത് ഗ്രൂപ്പിൽ നോക്കിയിട്ട് കിട്ടിയില്ല. അത് അന്ന് കറണ്ട് ഇല്ലായിരുന്നു മോനെ, അതുകൊണ്ട് പറ്റിയ. നമുക്ക് പിന്നെ ലാപ്ടോപ്പ് ഓഫായി പോയി, അതുകൊണ്ട് നമുക്കത് കിട്ടിയില്ല ക്ലാസ്. അതുകൊണ്ടാട്ടോ മോന. ഫ്രണ്ട്സിനെ ആരെങ്കിലും ഒന്ന് വിളിച്ച് നോക്കിയിട്ട് അതൊന്ന് വാട്സപ്പ് ചെയ്ത് തരാൻ പറ. അന്ന് എടുത്ത ക്ലാസ് കുറെ പേരുണ്ട്. ജൂലിയറ്റ് ഒക്കെ വന്നിട്ടുണ്ട്, ബെനീറ്റ, അവരോടൊക്കെ ഒന്ന് ചോദിക്കാം. എന്താ ജൂലിയറ്റ്? എനിക്ക് അലൻ പി നമ്പർ ഉണ്ട്. എന്നാ ചോദിച്ചു നോക്ക്. അലൻ എഴുതിയിട്ടുണ്ടോ അറിയില്ല, ചോദിച്ചു നോക്ക് കേട്ടോ. നിങ്ങൾ ഗ്രൂപ്പിൽ നോക്കിയാൽ നിങ്ങളുടെ കൂട്ടുകാരുടെ നമ്പർ കിട്ടും. ജൂലിയറ്റ് എന്താണ് മോളെ? ഞാൻ കൈ പൊക്കിയില്ലായിരുന്നു. ആരായിരുന്നു? ഷഹ്മാവി ആയിരുന്നോ? എന്താ ഷഹ്മ? ഹാജർ വിളിച്ചില്ലേ? ഷഹ്മയുടെ പേര് വിളിച്ചില്ല? ഇതല്ലേ ഷഹ്മ? ഷഹ്മ വി അല്ലേ ഉള്ളൂ നമ്മുടെ ക്ലാസ്സില്? അതെ, ഷഹ്മ കെ വന്നിട്ടില്ലല്ലോ. ഇല്ല, ഷഹ്മയുടെ പേരുണ്ടല്ലോ ഇവിടെ. ആയതെന്നെ വിളിച്ചു, ബെനീറ്റ, ഷഹ്മ എന്നൊക്കെയാ വിളിച്ചത്. എന്നല്ലേ ഞാൻ പേരെഴുതിയിട്ടുണ്ട് ഇവിടെ. പിന്നെ വേറെ എന്താണ് എഴുതേണ്ടത്? മനസ്സിലായില്ലേ? ഇപ്പൊ തന്നെ നോട്ട്ബുക്കിലോട്ട് പകർത്തി എഴുതുക. അക്ഷരദീപം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ, മാർച്ച് ആവുമ്പോഴേക്കും. ബൈ പറയട്ടെ. സി യു നെക്സ്റ്റ് പീരിയഡ്. ബൈ. വായിക്കണം കേട്ടോ, നന്നായിട്ട് അത് വായിക്കുക. ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ